മുന്നോട്ടു പോകാം. അതിനായി ഒരുമിച്ച് തന്നെ കേന്ദ്ര സർക്കാരിനെ കാണുകയും ചെയ്യണമെന്നായതോടെ 5 പഞ്ചായത്തുകൾ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ. അത്രയും ആന്ധ്രയിലെ ഭദ്രാചലം പ്രദേശത്തെ 5 പഞ്ചായത്തുകൾ തെലങ്കാനയ്ക്ക് കൈമാറാനാണ് തീരുമാനമായിരിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് നീങ്ങാനാണ് ഇരു സംസ്ഥാനങ്ങളുടെയും ധാരണ. പഞ്ചായത്തുകൾ കൈമാറപ്പെടണമെങ്കിൽ ആന്ധ്രാപ്രദേശും റീ ഓർഗനൈസേഷൻ നിയമത്തിൽ ഭേദഗതിയും വരുത്തണം. ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. വിഭജനത്തിന് ശേഷം നടക്കേണ്ട ഭൂമി വ്യവഹാരങ്ങളും മറ്റും ചർച്ച ചെയ്യാനും കൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ച. ഭദ്രാചലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളുടേതടക്കം നിരവധി വിഷയങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വരുന്നത്. നിലവിൽ ഈ വിഷയങ്ങൾ പഠിക്കാൻ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായ ഒരു വിദഗ്ധ കമ്മീഷനെ നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് 5 പഞ്ചായത്തുകളെ തെലങ്കാനയിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഭേദഗതി അംഗീകരിക്കപ്പെട്ടാൽ എടപ്പാക, ഗുണ്ടല, പുരുഷോത്തപട്ടണം തുടങ്ങി 5ഓളം പഞ്ചായത്തുകളാണ് തെലങ്കാനയിലേക്ക് കൈമാറപ്പെടുക. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആശങ്കയ്ക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. 2014 സംസ്ഥാന വിഭജനത്തിന് ശേഷം ഭദ്രാചലം ക്ഷേത്രം തെലങ്കാനയിലും, എന്നാൽ ക്ഷേത്രത്തിന്റെ ഭൂമി ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങൾ ആന്ധ്രയിലും ഉൾപ്പെട്ടു. ഇതുമൂലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. മോദിയോടൊപ്പം കേന്ദ്ര ഭരണത്തിൽ തലയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിർണായകമായ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് നായിഡു ഒപ്പുവെച്ചത് രേവന്ത് റെഡ്ഡിയോടൊപ്പമാണ്. അതും 5 പഞ്ചായത്തുകളെ തെലങ്കാനയിലേക്ക് കൈമാറിക്കൊണ്ട്. കോൺഗ്രസ് തിരിച്ചുപിടിച്ച് സംസ്ഥാനത്തിന് ഏറെ ഗുണകരം തന്നെയാണത്.